പറയാം. അപ്പൊ ഇത് ഈ നസ്രയത്ത് എന്ന് പറയുന്നത് എന്താ ബന്ധക്കസാർക്ക് മാത്രമുള്ള ആരാ പറഞ്ഞ്? അപ്പൊ അത് വിട്. ഞാൻ നിങ്ങൾ മിക്കപ്പോഴും ഇസ്മായിലിന്റെ സ്ഥിരം പരിപാടി ഇപ്പൊ എങ്ങനെയാണ് ഡിനോമിനേഷൻ ചർച്ച. എന്റെ പൊന്നു സുഹൃത്ത്, അല്ലെ തന്നെ ഇവിടെ ഡിനോമിനേഷന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പേര് ആക്കുന്നുണ്ട്. ഇനി അതിന്റെ പേര് നിങ്ങളും കൂടെ പുട്ടിന് പേര് ഇടുന്ന പോലെ ഇടേണ്ട കാര്യമില്ല. ഇവിടുത്തെ ചോദ്യം ഈ ജോൺ ബ്രദർ ചോദിച്ച വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യം. താങ്കൾ ഇവിടെ മനഃപൂർവ്വം ഒക്കെ ഈ നസ്രയത്തിലേക്കൊക്കെ പോകുന്നത്. എന്റെ പൊന്നണ്ണ, ഇവിടുത്തെ പണ്ഡിതന്മാരെ കൊണ്ട് പറ്റാത്ത കാര്യമാണോ താങ്കൾ തെളിയിക്കാൻ പോകുന്നു പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചിട്ട്, ഈ AD 70 നശിച്ച ജെറുസലേമെന്ന് പിന്നെ പണിത് ആരാ? ഇന്ന് വരെ ഇസ്ലാമിക സമൂഹം അതിന് മറുപടി വന്നിട്ടുണ്ടോ? AD 70 നശിച്ചു പോയ യെറുസലേം ദേവാലയം പിന്നെ ആര് പണിതു? ഇതിന് ഇന്ന് വരെ ഒരു ചരിത്ര തെളിവ് തരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചരിത്രത്തിൽ ഇല്ല ആ യെരുസലേം ദേവാലയം. ഇല്ലാത്ത പള്ളിയിൽ നിന്ന് മുഹമ്മദ് ബുറാക്ക് അവിടെ തന്നെ തീരും. ആ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ മുഹമ്മദിന്റെ ബുറാക്ക് യാത്ര തീർന്നു, അവിടെ കൊണ്ട് തീർന്നു. ഇല്ലാത്ത പള്ളിയിൽ നിന്ന് ബുറാക്കിന്റെ പുറത്ത് കയറി ചന്ദ്രനിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥ. കാരണം ഇല്ലാത്ത അവിടെ അങ്ങനെ ഒരു പള്ളി ഇല്ല. ഇനി ഇപ്പോഴത്തെ ഇസ്ലാമിക ആൾക്കാർ അത് ജെറുസലേം അല്ല വേറെ സംഭവമാണെന്നും പറഞ്ഞ് വരുന്നുമുണ്ട്. ആയിക്കോട്ടെ, അത്രയെങ്കിലും ബോധം, ചരിത്രം പഠിക്കുന്ന ആൾക്കാർക്ക് ബോധം വരാൻ തുടങ്ങി. ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് ഓരോന്ന് ഇല്ല 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 എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇസ്മായിലെ ഈ രംഗത്തേക്കൊക്കെ ഇറങ്ങാൻ. ചുമ്മാ വന്നിട്ട് എന്ത് വെല്ലുവിളി നടത്തുന്നതെന്ന് ചോദിക്കുക. ഈ താങ്കളോട് ഞാനെന്ന് ചോദിച്ചിട്ട് ഇവിടെ ജോൺ ബ്രദർ ചോദിക്കുന്ന അതേ ചോദ്യം ഞാൻ ചോദിക്കുക. AD 70 നശിച്ചു പോയ ജെറുസലേം ദേവാലയം മുഹമ്മദിന്റെ കാലത്ത് എങ്ങനെ ഉണ്ടായി, ആര് പണിത്? കൃത്യം താങ്കളൊന്ന് തെളിയിക്കാൻ പറ്റുമോ? ചുമ്മാ അതേ വാദം എടുത്തിട്ട് കാര്യമില്ല ബ്രദറെ. അല്ല, AD 70 ജെറുസലേം ദേവാലയം തകർത്ത താങ്കൾ ബൈബിളിൽ തെളിയിക്കാൻ താങ്കൾക്ക് പറ്റുമോ? ഫസ്റ്റ് ഞാൻ തെളിയിച്ചു തരണോ? തെളിയിച്ചു തെളിയിക്കൂ, തരണോ? തെളിയിക്കൂ. ഇസ്മായില് വിശ്വസിക്കുവോ? ഷിബു വീണ്ടും ഇസ്മായില് പിടിക്കില്ല. വിശ്വസിക്കുവോ? ഷിബു വീണ്ടും നിങ്ങളെ പിടിക്കും. ഷിബുവിനെയൊക്കെ വിടും. ഷിബു ഒന്നും നമുക്കൊരു വിഷയമല്ല. താങ്കൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ കാര്യം പറഞ്ഞില്ല, ഷിബുവിനെ ഇതിന്റെ അടുത്ത് വലിച്ചേക്കും. ഓക്കെ ഓക്കെ താങ്കൾ ഒരു കാര്യം ചെയ്യും. താങ്കൾ പറയുന്ന ഷിബുവിനോട് ചോദിക്കുക. എന്നോട് ചോദിക്കുന്നെങ്കിൽ ഞാൻ മറുപടി പറയും. ഷിബുവിനോട് ചോദിക്കുന്നെങ്കിൽ ഷിബു. പറയൂ. ഒരു സെക്കൻഡ്. ഇസ്മായിലെ, ഷിബു അല്ല, അതിനപ്പുറമുള്ളവർ തകർക്കാൻ നോക്കിയിട്ടുള്ളതാ ക്രിസ്ത്യാനിറ്റിയെ. 1-ാം നൂറ്റാണ്ട് മുതൽ റോമക്കാർ തകർക്കാൻ നോക്കി, യഹൂദന്മാര് തകർക്കാൻ നോക്കി. അതുപോലെ തന്നെ പിന്നെ എഴുന്നേറ്റ് വന്ന ഇത്തരത്തിലുള്ള കൾട്ടുകള്, ഷിബുവിൻ്റെതുപോലെയുള്ള കൾട്ടുകള് ക്രിസ്ത്യാനിറ്റി തകർക്കാൻ നോക്കിയത്. ക്രിസ്ത്യാനിറ്റി തകർന്നിട്ടില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പിൽ നിൽക്കുന്നത് സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവാണ്. കൾട്ടുകൾക്കോ ഇസങ്ങൾക്കോ തകർക്കാൻ കഴിയാത്തൊരു അജയ്യത യേശു ക്രിസ്തുവിനുണ്ട് എന്നുള്ളത് ഇസ്മായിൽ മനസ്സിലാക്കണം. ഷിബുവിനെ പിടിച്ചല്ലേ ഇസ്മായിലിന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മുഹമ്മദിനെയും അള്ളാഹുവിനെയും ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഷിബുവിനെ പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ആരെത്തി? ഇസ്മായിൽ. അവിടെ തന്നെ ഇസ്മായിലിന്റെ ഒരു ദുരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചാക്കോ പാസ് എന്ന് പറയാൻ വന്നു, പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഇസ്മായിലുള്ള ചർച്ച നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റു വിഷയത്തിലേക്ക്. ഇസ്മായിൽ ഒന്നും അറിയാത്ത ഒരാളാണ് അദ്ദേഹം. ഇന്ന് വരെ ഈ ചർച്ചയിലൊക്കെ വന്നിട്ട് ഒരു ഹദീസ് ഒരായത്തൊന്നും ഉദ്ധരിക്കാറില്ല. വെറുതെ ഒരു വിഷയത്തിൽ നിന്ന് ചാടി വേറെടുത്തേക്ക് പോവുക. അവിടുന്ന് ഞാൻ ഇങ്ങനെ ഹനുമാന്റെ ചാട്ടകണക്ക വെറുതെ ഞങ്ങളെ ചിരിച്ച് ചാടിക്കണ്ട. വിഷയങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഖുറാനിക ആയത്തുകളോ ഹദീസുകളോ ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾക്ക് സംസാരിക്കാം. അതുകൊണ്ട് അത്തരത്തിലൊരു ശൈലി ഇദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടും പോരാഞ്ഞിട്ട് ഇദ്ദേഹം ഏത് ഡിനോമിനേഷൻ ആണെന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് പോലും പറയാനൊരു സ്വാഭിമാന ബോധമില്ല. മനസ്സിലായോ? താങ്കൾ സുന്നിയാണോ മുജാഹിദിനാണോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയത്തില്ല ഞാൻ സുന്നിയാണ്, ഞാൻ മുജാഹിദിനാണ്. എത്ര ആളുകൾ പറയുന്നു? അത് ആരാണെന്ന് ചോദിച്ചിട്ട് അതുപോലും, അതായത് സ്വന്തം വിശ്വാസത്തെ, തന്റെ ഡിനോമിനേഷനെ കുറിച്ച് പറയാൻ പോലും സ്വാഭിമാന ബോധമില്ലാത്ത ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. ദയവായിട്ട് അടുത്ത ആളിലേക്ക് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അദ്ദേഹം സംസാരിക്കരുത്. അദ്ദേഹം ബ്ലിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താങ്കൾ അവിടെ ഇരിക്കും. കാരണം നാളുകളായിട്ട് താങ്കളെ കാണുന്ന ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ പറയുന്നത് ആശയങ്ങളെ റിഫ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഖുറാനിക ആയത്തോ ഒരു ഹദീസോ എടുക്കാറില്ല. ഇന്ന് വരെ താങ്കൾ എടുത്തിട്ടില്ല. വെറുതെ ഒരു ഇപ്പൊ ഷിബുവിന്റെ വരെ എടുത്തിട്ടിവിടെ. അതിനുമുമ്പ് നസ്രത്ത്, അതിനുമുമ്പ് ഇബ്രാഹിം, ഇങ്ങനെ മറുകണ്ഠം ചാടുക. എനിക്ക് തലവേദനയാണ്. കാരണം ഞങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചപ്പം താങ്കൾ കേട്ടോ, ഇസ്ലാമിൽ രക്ഷയില്ല, മുഹമ്മദ് വരെ ഖബർ ദണ്ഡനത്തിന് വിധേയപ്പെടുന്നു ഞാൻ തെളിവ് സഹിതം തെളിയിച്ചു. താങ്കൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൽ രക്ഷയുണ്ടെന്ന് തെളിയിക്കാനായിട്ട്, ആയതിനെ തെളിയിക്കാൻ താങ്കളെ 2 പ്രാവശ്യം വെല്ലുവിളിക്കുന്നു. ഇല്ലെങ്കിൽ മൗനമായിരുന്നു വേണം. താഴെ ഇരിക്കുന്നു. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. താങ്കൾക്ക് ധൈര്യം ഉണ്ടോ എന്റെ ഡിബേറ്റ് നടത്താൻ? എന്താ വെല്ലുവിളിച്ചില്ല? കാര്യം പറഞ്ഞായിരുന്നു അതിന് താങ്കൾക്ക് ധൈര്യം ഉണ്ടോ? ഞാൻ വെല്ലുവിളിച്ചല്ലോ. ഒറ്റക്കാര്യം പറഞ്ഞില്ല. പാഷ, നമ്മള്
ഇസ്മായിൽ IBT റൂം വന്നപ്പോ തന്നെ അന്ന് ആദ്യം ഞാനല്ല, അന്ന് ചാക്കോ പാഷാണ് ആദ്യമായിട്ടൊരു ചോദ്യം ചോദിച്ചത്. AD 70 ജെറുസലേമിന്റെ കാര്യം ചോദിച്ചിട്ട് താങ്കൾ ഇന്ന് വരെ എന്തേലും റെഫറൻസ്, താങ്കൾ പിന്നെ എന്തോ വെല്ലുവിളി, ഓരോ ദിവസം വന്ന് ഓരോ വെല്ലുവിളി നടത്തുന്നു. അല്ല ഏതെങ്കിലും ഒരു വെല്ലുവിളി ചാക്കോട് എന്നെ വെല്ലുവിളിച്ചത്? അത് തന്നെ ചാക്കോ പാഷ ആദ്യം താങ്കളോട് ചോദിച്ചാൽ ഇതിന് എന്ത് തെളിവുണ്ടെന്ന് ചോദിച്ചു. താങ്കൾ ഇന്ന് വരെ തെളിവ് വെച്ചിട്ടുണ്ടോ? പിന്നെ അല്ല ഇവിടെ ഒന്ന് ചുമ്മാ ആളെ കളയായിരുന്നു. അല്ല അദ്ദേഹത്തിന്റെ വെല്ലുവിളി, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന വെല്ലുവിളിക്ക് എന്ന് പറയുന്നത് അത് ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനുള്ളിലേക്ക് ഞാൻ തള്ളിക്കളഞ്ഞിരിക്കും. കാരണം അതിനല്ല ഇവിടെ വിഷയം. ഞങ്ങളുടെ വിഷയം അവതരിപ്പിച്ചു. ഇസ്ലാമിൽ രക്ഷയില്ല, അള്ളാഹു രക്ഷിക്കുന്ന ഒരാളല്ല. അത് നിരവധി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല ഇസ്ലാമിൽ ഖബർ ദണ്ഡനത്തിന് വിധേയപ്പെടുന്ന നരകശിക്ഷയാണുള്ളത്. ശിക്ഷിക്കപ്പെടുന്നതിൽ ഉറപ്പുണ്ട്. ഇത് ഏകദേശം 47 മിനിറ്റ് എടുത്ത് ഞാൻ വിഷയം അവതരിപ്പിച്ച് അതിനെ റിഫ്യൂട്ട് ചെയ്യാനായിട്ട് തന്റെ ഇടം ഉണ്ടെന്ന് ചോദിച്ചു. അല്ല താങ്കളോട് ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ എന്ത് ചർച്ചക്കാരുണ്ട്? താങ്കളൊക്കെ വലിയ പുള്ളിയിലൂടെ വന്ന് അടിയറ പറഞ്ഞു പോയിരിക്കുന്നു. ഇസ്മായിൽ ഒന്നും എന്റെ വീട്ടിൽ ചർച്ചയ്ക്ക് പറ്റുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് സമയമുണ്ട്, ധൈര്യം ഉണ്ട് ഈ ഗ്രൂപ്പിന്. IBTക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ടൈം ഉണ്ട് എനിക്ക്. ഇടപെട്ടാൽ എന്താ വെല്ലുവിളിയാണോ ഇസ്മായില? എന്താ വെല്ലുവിളിയാണോ? വെല്ലുവിളിയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഏറിൽ ഞാൻ വിട്ടു തരാം. ഞാൻ ഏറിൽ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഒന്ന് ചോദിച്ചേ. കിട്ടത്തില്ലെന്ന് നമുക്കറിയാം, അത് വേറെ കാര്യം. ഇസ്മായിലെ എങ്ങനെ ഇസ്മായിലുമായിട്ട് സംവാദം നടത്തും? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇസ്മായിൽ ഇസ്ലാമിന് പുറത്തു പോയി. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഗിബോർ ബ്രദർ ഇവിടെ ഉണ്ടെങ്കിൽ ഗിബോർ ബ്രദർ അറിയാം. ഗിബോർ ബ്രദർ ഉണ്ടോ? ഇത് വെറുതെ സമയം കളയുകയാണ്. നമ്മുടെ ഇസ്മായിൽ പുറത്തു അണിൽക്കൊടിത്തോട്ടം എന്റെ മുമ്പിൽ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവം ശൂന്യാകാശത്ത് പോയി ഞാൻ പ്രഖ്യാപിക്കും. വെറുതെ സമയം കളയാൻ അദ്ദേഹം ഞാൻ വെല്ലുവിളി ഏറ്റെടുത്ത അണിൽക്കൊടിത്തോട്ടാണ് കക്ഷി. എല്ലാവരും ഒരുമിച്ച് മൈക്കെടുക്കല്ലേ? എല്ലാവരിലേക്കും വരാം. ചർച്ച വിട്ടു പോകുന്നുണ്ട്. ചർച്ചയല്ല, അനിലിന്റെ ദൈവം ശൂന്യാകാശത്തിൽ പോകുന്ന ഏറെ താമസിക്കാൻ നിങ്ങൾ കാണും. ഒരു സംശയം വേണ്ട. ഇൻഷാ അല്ലാഹ്. ഇസ്മായിലെ ഈ ഇസ്മായിൽ ഓൾറെഡി ഇസ്ലാം അല്ലാതായിട്ടുള്ള ഞാൻ ഇസ്ലാമെന്ന് താഴെ നോക്കണ്ട. ശ്രദ്ധിക്ക് ഇസ്ലാം അല്ലാത്ത ഒരാളോട് ഞങ്ങൾ ഇസ്ലാമിന്റെ വിഷയം താങ്കൾ സംസാരം കഴിഞ്ഞാൽ എനിക്ക് ടൈം തരുമോ? ആദ്യം പറയാം, എനിക്ക് ടൈം തരുക. താങ്കൾ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടൈം തരുക. അല്ലെ, എനിക്ക് ടൈം തരുക ശേഷം അത് പറയാം ആദ്യം. എനിക്ക് ഇസ്മായിലിനെ ഞാനൊന്ന് താഴേക്ക് വിട്ടു. കാരണം വേറൊന്നുമല്ല, ഈ ഇടയ്ക്ക് കയറി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ IBTയുടെ കഴിഞ്ഞ റൂമില് ഇസ്മായിൽ ഇവിടെ വന്നു. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ഇസ്മായില് ഈ ആദമിനൊക്കെ മുമ്പ് ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹുവിനും മുമ്പല്ല കേട്ടോ, നമ്മുടെ ആദമിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. അതാര് പറയുന്നു? ഇസ്മായിൽ പറയുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പലതും ചെന്ന് സംസാരിച്ചു. ഈ സൃഷ്ടിച്ചതൊക്കെ പല ശക്തികളാന്നൊക്കെ ഇസ്മായിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. പലരും അതൊക്കെ കൂടെ ഒന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിൽ അതൊക്കെ സമ്മതിച്ചു. എന്നിട്ട് ഇസ്മായിൽ പറയുവാണ്, അത് ഞാൻ ആ സമയത്ത് അവിടെ മറുപടിയായിട്ട് പറഞ്ഞതാണ്, ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മറുപടി ഇല്ല. ഇങ്ങനെ ഒരാളോട് നമ്മൾ എങ്ങനെ സംഭവം നടത്തും? ഇങ്ങനെ ഒരു വാദം ആർക്കുണ്ടാവും? ഹാരിസ് മദനിക്കുണ്ടോ? MM അക്ബറിനുണ്ടോ? മുജാഹിദ് ബാലുശ്ശേരിക്കുണ്ടോ? സുന്നികൾക്ക് ഏതെങ്കിലും സുന്നികൾക്കുണ്ടോ? മുജാഹിദുകൾക്കുണ്ടോ? ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ ഇസ്മായിൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്മായിലുമായിട്ടൊരു സംവാദം നടക്കണമെങ്കിൽ ഇസ്മായിൽ പുതിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണം, ഒരു സെറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് അതിന്റെ നേതാവായിട്ട് ഇസ്മായിൽ സ്വയം പ്രഖ്യാപിച്ചിട്ട് സംവാദത്തിനായിട്ട് വരണം. അല്ലാതെ ഇസ്മായിലുമായിട്ടൊരു സംവാദത്തിന് നമുക്ക് പറ്റത്തില്ല. കാരണം ഇസ്മായിൽ ഇസ്ലാമിന് പുറത്തുപോയി. പല ശക്തികളാണ് സൃഷ്ടിച്ചതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇസ്ലാമിന് പുറത്തുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ സംഭവം നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇസ്മായിലിന്റെ വിശ്വാസം എന്താണെന്ന് ആര് പറയണം? ഇസ്മായിൽ പറയണം. അതാണ് ഞാൻ ചോദിച്ചത്, സുന്നിയാണോ മുജാഹിദാണോ എന്ന് ഞാൻ ചോദിച്ചത്. ഇത് രണ്ടും ഇസ്മായിലിന് അറിയില്ല. ഇങ്ങനെ ഒരാളോട് നമ്മൾ എങ്ങനെ ചർച്ച നടത്തും? ഇവിടെ പെന്തോയുടെ പഠനങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് വന്ന് പറയുന്നത്. ഈ പെന്തോ പഠനങ്ങളിൽ നിന്നൊക്കെ ഇസ്മായിലിനെ എവിടെ നിന്ന് കിട്ടിയേ? ഷിബു പറയുന്നത് കേട്ട് അത് അങ്ങനെ തന്നെ എടുത്ത് ഛർദ്ദിക്കുവാണ് ഇവിടെ കൊണ്ടുവന്ന്. എന്നിട്ടാണ് കിടന്ന് വെല്ലുവിളിക്കുന്നത്. ഇസ്മായിലിന്റെ ഒക്കെ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു സംവാദം നടത്തി, ഹാരിസ് മദനിയും മുഹമ്മദ് ഈസയൊക്കെ വന്ന് സംവാദം നടത്തിയില്ല. അങ്ങനെ ഒരു സംവാദം നടത്തി എനിക്കൊന്ന് ആളാകാം എന്നൊരു ചിന്തയില്ല. അങ്ങനെ ഞങ്ങൾ ആരെയും ആളാക്കാൻ വിടുന്നില്ല ഇസ്മായിലെ. അങ്ങനെ ഒരാളുമായിട്ട് ഇസ്മായിലിനെ ഇവിടെ വരാം, ഇസ്മായിലിനെ ഇവിടെ വന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഒരു കാര്യം അല്ല, ഞാനിന്ന് ഒരു സെക്കൻഡ്. കാർത്തിക് ഇവിടെ വന്ന് ഫ്രീ തിങ്കർ ആയതുപോലെ ഇസ്മായിലിനെ ഇവിടെ വന്ന് ചർച്ച ചെയ്യാം, ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കാം. ഇസ്മായിലിനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതുപോലെ ഞങ്ങൾ ആരും പുറത്താക്കത്തില്ല. പക്ഷെ സംവാദം എന്ന് പറഞ്ഞു വരുമ്പോ അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ? അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് മദനി മുതൽ മുകളിലോട്ട്
അതിന് 6 വിഷയങ്ങൾ പിന്നെയും കൊടുത്തിട്ടുണ്ട്. ഇവരാരും പിന്നെ വന്നിട്ടില്ല. ആ ജോൺ ബ്രദർ പറഞ്ഞു. അതായത് അല്ല സുജോ ബ്രദറെ, ഈ ഇസ്മായിലിനുള്ള ഒരു നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളിലും പോയി ഇരുന്ന് ഇങ്ങനെ മറ്റുള്ളവർ പറയണ കേട്ടിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോ ആള് ഖുറാൻ ആയത്തുകൾ പറയേ, ആയത്തുകൾ വെച്ച് സംസാരിക്കുകയെ, ആയത്തുകൾ അർത്ഥം വെച്ച് സംസാരിക്കുക, അതിന്റെ അല്ലെങ്കിൽ സീറകൾ വെച്ച് സംസാരിക്കുക, ഹദീസ് വെച്ച് സംസാരിക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ആള് കേൾക്കും. എന്നിട്ട് മറ്റുള്ള റൂമിൽ ഇപ്പോ ഡിനോമിനേഷൻ റൂമുകളിൽ ഫൈറ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് അവിടെ കേട്ട് മനസ്സിൽ വെച്ച് അത് മറ്റുള്ള റൂമുകളിൽ വന്ന് ഛർദ്ദിക്കുന്ന ഒരാൾ മാത്രമാണ് സിജോ ഈ ഇസ്മായിൽ ഒരു പണ്ഡിതനേ അല്ല. ആൾക്ക് അതിന് ഇസ്ലാമിനെ പറ്റിയൊരു ഒരു ബേസിക് നോളജ് പോലും ഇല്ല. ആൾക്ക് ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ചോദ്യങ്ങൾ ചോദിക്കുക, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തിരിച്ച് ചോദ്യങ്ങൾ മറിച്ചും ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ഒരു പണ്ഡിതന ഇവൻ ഒരു എന്താ പറയുക, ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു അംഗീകരിക്കാത്ത ഒരു ചെറിയൊരാളും കൂടി, ഏറ്റവും ചെറിയൊരാളും കൂടിയല്ല ആള്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരാളായിട്ട് നമ്മള് അനിൽ കൊടിത്തോസറിനെ സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരായിട്ട് ഡിബേറ്റ് നടത്തിയിട്ട് പേരെടുക്കാന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ആളുടെ മുമ്പിലുള്ളൂ. നമുക്കറിയാം ഇങ്ങനത്തെ ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്, ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയില്ല. എന്നിട്ട് വരും, നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും ആ ഉരുണ്ട് കളിക്കുക, എന്നിട്ട് വേറെലേക്ക് ചാടിപ്പോവും. അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ച് സമയം കളയുന്നത്. വേറെ ആൾക്കാരെ വിളിച്ച് സംസാരിക്കൂ. അല്ലേ? ഞാൻ പറഞ്ഞില്ലെന്ന് തെറ്റണേ പറയും സുജോ ബ്രദർ. അതെ അതെ, നമ്മള് സമയം കളഞ്ഞല്ല, നമ്മൾ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കൂല. അതിനനുസരിച്ച് ഇസ്മായിലിനും കൊടുത്താ. വെറുതെ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം കൗണ്ടർ പോയിന്റില് ഫഹദ് ഉള്ള റൂമില് സാലിൻ നിസാമി ഉള്ള റൂമില് ഇന്നലെ ഞാനും സോൾജിയറും പോയിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ സമയം തരത്തില്ല. സംസാരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഖുറാനെ കുറിച്ചോ എഴുതിയ കമന്റുകളെ കുറിച്ച് കൃത്യമായ ഒരു വിവരണം തരത്തില്ല. മുർത്തദിനെ കൊല്ലുന്ന കാര്യം സാലിൻ നിസാമി എഴുതിയ കമന്റിനെ കുറിച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് അത് വായിക്കാൻ പോലും സമ്മതിച്ചില്ല. ഭയം ഞങ്ങൾക്കല്ല സുഹൃത്തെ, ഭയം നിങ്ങൾക്കാണ്. ഇന്ന് നിങ്ങളുടെ ഇസ്ലാമിക ലോകം ഇന്ന് വളരെയധികം കഷ്ടപ്പെടുന്നു. ഇന്ന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള 3.5 ലക്ഷം എക്സ് മുസ്ലിംസ് ഉണ്ട്. രജിസ്റ്റേർഡ്, അൺരജിസ്റ്റേർഡ് എന്റെ കണക്കും പ്രകാരം ഒരു 35 ലക്ഷം ഇന്ന് മുസ്ലിങ്ങൾ മതം വിട്ടിട്ടുണ്ട് കേരളത്തിൽ മാത്രം. നിങ്ങൾ പോയി അവിടെ പോയി കരയേണ്ട പൊന്നു. നിങ്ങളുടെ ഉസ്താദുമാർക്കറിയാം, പള്ളി മെഹൽ കമ്മിറ്റിയിൽ അറിയാം, അവരുടെ ചോദ്യത്തിന് ഉത്തരം ഇന്ന് കൊടുക്കാൻ കഴിവുള്ള ഒരു ഉസ്താദും ഇല്ല ഇന്ന് കേരളത്തിൽ. അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പോയി മനസ്സിലാക്കുക ആദ്യം കാര്യങ്ങൾ എന്താണ്, കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ എന്താണ്. ഇവിടെ കരഞ്ഞിട്ട് ഇവിടെ കിടന്ന് മെഴുകിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ സ്വാലിൻ നിസാമിയെ എടുത്ത് ഇന്നലെ ഞാൻ ചാലഞ്ച് ചെയ്ത പറഞ്ഞ്, അന്ന് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ നട്ടെല്ല് മേടിച്ചിട്ട് വെച്ചിട്ട് എന്നിട്ട് നേരെ നിൽക്കാൻ ഞാൻ സ്വാലിൻ നിസാമിയുടെ അടുത്തും ഫഹദിന്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. നിങ്ങളുടെ റൂമിൽ വന്ന് ആരാ സംസാരിക്കുന്നത്? ഒരു 10 മണ്ടന്മാര് എല്ലാം കൂടെ ചുറ്റി ഇരുന്നിട്ട് അവിടെ നിന്ന് മണ്ടത്തരം പറയുന്നത് കേൾക്കാനോ? എന്തെങ്കിലും ഒരു അക്കാഡമിക് ലെവലിൽ സംസാരിക്കാൻ ആരെങ്കിലും കഴിവുള്ള ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഇന്ന് MM അക്ബറിന് പോലും ഇന്ന് കഴിവില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മണ്ടത്തരം കാണിക്കാതെ വല്ലതും വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. നിങ്ങൾ ഇവിടെ ക്രിസ്തു മതത്തിൽ വരണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ആദ്യം ഒരു നല്ല മനുഷ്യനാകുക, എന്നിട്ട് കിതാബുകളൊക്കെ വായിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സ്വന്തം കിതാബുകൾ വായന ആദ്യം. അത് അറിയാവുന്ന ഭാഷയിൽ വായന, അറബിയിലല്ല വായിക്കേണ്ടത്. അറിയാവുന്ന ഭാഷയിൽ വായിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കുക. അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് മെഴുകിയിട്ട് ഒരു പ്രയോജനമില്ല. ഓക്കെ, ഞാൻ അതിനിടയ്ക്ക് കൊച്ചിനോട് സംസാരിച്ചു. ഒരു കാര്യം ഇവിടെ നമ്മുടെ സഹോദരന്മാര് പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം, ഒരു സെക്കൻഡ് ഫിറോസ് ബ്രദർ, ഇതിലേ നമ്മുടെ MA എന്ന് പറഞ്ഞ സഹോദരൻ താഴെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. മുസ്ലിം ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുക, അതാണ് ഇതാണ്, അത് പെന്തോകളാണ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. ഈ ഷിബു പറയുന്നത് കേട്ടല്ലാതെ ഇവർക്ക് ഒന്നും പറയാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നുകയാണ്. അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഡിഫെൻഡ് ചെയ്യാൻ ഷിബുവിനെ എടുക്കേണ്ടി വരുന്നല്ലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്. ഇസ്മായിലിനെ പോലുള്ളവരുടെ എന്ത് ചർച്ച ചെയ്യാനാ? ഇസ്മായിൽ പറയുന്നത് ഞങ്ങൾ ഫീരിക്കളാണ്. ഇസ്മായിൽ IBTയിൽ വന്ന് സംസാരിച്ചതുപോലെ മറ്റാരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം അവസരം ഇസ്മായിലിന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ചർച്ചയിൽ ഇസ്ലാം അല്ലാതായിട്ട് മാറി. ഇന്ന് വന്നപ്പോഴും ഇസ്മായിൽ സംസാരിച്ചു. എന്താ ഇസ്മായിൽ സംസാരിക്കുന്നത്? റെഫറൻസ് വെച്ചാണോ? ഒരു റെഫറൻസും വെക്കാതെ വെറുതെ കവലപ്രസംഗം നടത്തുകയാണ്. അങ്ങനെ കവലപ്രസംഗം ഇവിടെ നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്ന കാര്യത്തിന് ഒന്നും ഉത്തരം പറയാൻ ഇസ്മായിലിന് അറിയത്തുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ഇസ്മായിലിന് ഇവിടെ വന്ന് ഇനിയും സംസാരിക്കാം കേട്ടോ. IBTയിൽ വന്ന് സംസാരിക്കുക. ഇപ്പൊ ഒരു രക്ഷയില്ലാതെ ഇടക്കേറി സംസാരിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് പുറത്താക്കിയതാ.
ഇസ്മായിലിന് കാര്യങ്ങൾ പഠിക്കു പോയി ഇസ്മായിലെ, അല്ലാതെ ഈ സംവാദ വെല്ലുവിളിയായിട്ട് നടക്കാതെ ഷിബു പറയുന്നത് കേട്ട് അങ്ങനെ തന്നെ വന്ന് വായിക്കാതെ പോയി ഇവിടെ വന്ന് വെറുതെ കിടന്ന് ഇങ്ങനെ സമയം കളയാതെ പഠിക്കുക, ഖുറാൻ വായിക്കുക, ഹദീസുകൾ വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് സംസാരിക്കുക. ഇവിടെ നമ്മുടെ മുസ്ലിം ഗ്രൂപ്പുകളിൽ പോയി സംസാരിച്ചിട്ടില്ലെന്ന് പറയാം. ഞാൻ അനിൽ പാഷക്ക് പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ. നീതിയുടെ കാര്യങ്ങൾ ചെയ്തു ആ സമയത്ത്? ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി നിർത്തിയതാ. ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാനും നമ്മുടെ റോബിൻ അച്ഛനും കൂടി ഒരിക്കലും ഒന്ന് സംസാരിക്കാൻ പോയതാ. ഞാൻ മയക്കെടുത്ത് 2 മിനിറ്റ് പറഞ്ഞു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, എന്നെ താഴേക്ക് വിട്ടു. പിന്നെ എന്തിനാ അവിടെ പോയി സംസാരിക്കുന്നേ? ഹാരിസ് മദനിയും അതുപോലെ മുഹമ്മദ് ഈസയായിട്ട് ഞങ്ങൾ സംവാദം നടത്തി. ഞങ്ങൾ പറഞ്ഞത് ഡയറക്റ്റ് സംവാദം നടത്താന്നാ, ഓപ്പൺ. ആ ചലഞ്ച് അവര് സ്വീകരിച്ചില്ല. ക്ലബ് ഹൗസിൽ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഹോൾവേയിൽ ചെയ്യാന്ന് പറഞ്ഞു. ശരി, ഹോൾവേയിൽ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചു. അങ്ങനെയാണ് ആ സംവാദം മുന്നോട്ട് പോയത്. ഹാരിസ് മദനി മുഹമ്മദ് ഈസയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് സംവദിക്കാമെങ്കിൽ ആണോ എമ്മയും ഇസ്മായിലൊക്കെ ആദ്യം പോയി അവരോട് സംസാരിക്കും. ഞാൻ എന്തേ സുന്നിയാണോ മുജാഹിദാണെന്ന് ചോദിച്ചപ്പോ ഇസ്മായിലിന് എന്തേ ഉത്തരം മുട്ടിയേ? ഇവിടെ പെന്തോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അത് പെന്തക്കോസ്തുകാർ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ കത്തോലിക്കൽ ആരാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ക്രൈസ്തവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണെന്ന് പറയാ, ബാക്കി കാര്യം ഞാൻ പറയാം. ഇസ്മായിൽ അത് പറയില്ല. ജീവൻ പോയാലും സുന്നിയാണോ മുജാഹിദാണെന്ന് ഇസ്മായിൽ പറയില്ല. ഇസ്മായിലല്ല ഒരുത്തനോട് ഒന്നും പറയത്തില്ല. മനസ്സിലായോ? സംവാദ വെല്ലുവിളിയൊക്കെ നമ്മൾ ഒരുപാട് സ്വീകരിച്ചതാ. നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ടുപോവാ, ഇനി അക്ബറിനെ കൊണ്ടാ, ഈസയെ കൊണ്ടുപോവാ, അക്ബറിനെ കൊണ്ടുപോവാ, ഈസയെ കൊണ്ടുപോവാ. സിജോ ബ്രദർ പണ്ഡിതന്മാരൊക്കെ ഓടിപ്പോയി. ഒരു ഹാരിസ് സെക്കൻഡ്, മദനിയോ ഇപ്പോ അതുപോലെ ജലാലോ, പണ്ടത്തെ ജലാലിനെ ഓർമ്മയുണ്ടോ സിജോ ബ്രദറിന്? ജലാല് സിജോ ബ്രദർ ഒരു ആരാണ്? സെക്കൻഡ്, ഞാനാ ഗുരുവാണ്. പറഞ്ഞു. ഒരു സെക്കൻഡ്. ഇസ്മായിൽ ഭായ്, കുറെ നേരമായി നിങ്ങൾ ഇപ്പൊ എന്തോന്നോട് കളിയാക്കുന്നു. എന്താ പ്രശ്നം നമുക്കൊന്ന് പരിഹരിക്കാം. പറഞ്ഞേ, എന്താണ് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞേ. എന്റെ ദൈവം എയറിലാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ദൈവം തള്ളിക്കൊടുത്തോട്ടെ. എയറിലോ പറയട്ടെ ചക്കയിലോ ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ ചോദിക്കുന്ന പെന്തോന്ന് പറഞ്ഞാൽ എന്താ വിഷയം നിങ്ങളുടെ അതാ ഞാൻ പറയുന്ന ഗുരു പറഞ്ഞോളൂ. ആ പറ. എയറിലാണെന്ന് ഒരു 4 മാസം മുമ്പേ അനിൽ കൊടുത്തോട്ടം പറയുക മാത്രമല്ല, ഇനി ലോകാവസാനം വരെയും താഴോട്ടിറക്കാൻ ആരും ഉണ്ടാവില്ല എന്നും എല്ലാ ഇസ്ലാമിക ആളുകളും പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും ഇപ്പൊ ഇന്നലെ ഗ്രൂപ്പിട്ടപ്പോൾ അവർ ദാവക്കാർ കട പൂട്ടിയെന്നും വളരെ ആശയപരമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. അദ്ദേഹം തിരിച്ച് വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹം ഫുൾ ചെലവും വഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ ഒരുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ കഥയൊന്നും ഇസ്മായിൽ ഭായ് നിങ്ങളുടെ കഥയല്ല എനിക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. എനിക്ക് നിങ്ങളുടെ കഥ കേൾക്കണ്ട. ഞാൻ ചോദിച്ചത് ഇപ്പൊ ബന്ധോണ്ട് കുറെ നേരമായിട്ട് നിങ്ങൾ എഴുതിയല്ലോ. നിങ്ങൾ ഏതാണ്? സുന്നിയാണോ മുജാഹിദാണോ? എന്താണ് നിങ്ങളുടെ? പറഞ്ഞേ. ഞാൻ ഇസ്ലാം മതത്തിലെ മുസ്ലിമായ ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ ഇസ്ലാം മതം നാണമാണോ പറയാൻ? സ്വന്തം സമുദായത്തിന്റെ പേര് പറയാൻ നാണമാണോ? എന്റെ സമുദായം മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തിൽ ഏത് സമുദായമാണ് നിങ്ങളുടെ? മുസ്ലിം സമുദായം. സുന്നിയാണോ ഷിയാണോ മുജാഹിദാണോ? എന്താ ധൈര്യം ഉണ്ടെങ്കിൽ പറ ചങ്ങാതി. മറ്റുള്ള സമുദായത്തെ കളിയാക്കുന്നുണ്ടല്ലോ നിങ്ങൾ കുറെ നേരമായിട്ട്. നിങ്ങൾ കുറെ നേരമായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇസ്മായിലിനെ. പിന്നെ അല്ല, ഒരു സെക്കൻഡ് സൗരന്മാർ ആരും ഇടയ്ക്ക് കയറല്ലേ. ഇതൊരു മാനസിക പ്രശ്നമാണ്. അത് ഇന്ന് മരുന്ന് കൊടുത്ത് വിടേണ്ട ദിവസമാണ്. ഈ ഇസ്മായില് കുറെ നാളായിട്ട് മുഖംമൂടി ധരിച്ച് കുറെ നടന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ജിഹാദി എങ്ങനെ പുറത്തു വന്ന നിങ്ങൾ കണ്ടല്ലോ. അതൊന്ന് അസുഖം മാറ്റാനുള്ള ദിവസമായിരുന്നു. ഇസ്മായിൽ ഭായ്, നിങ്ങൾ ഏത് ഇതിന്റെ അകത്ത് പെട്ട? ധൈര്യത്തോട് പറ, നാണിക്കേണ്ട. സുന്നിയാണോ മുജാഹിദാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ കാദിയാനിയാണോ എന്താണെന്ന് പറ. ഞാൻ ഇസ്ലാം മതത്തിലെ മുസ്ലിമാണ്. ഞാൻ എന്റെ ദൈവം ഇബ്രാഹിമിന്റെ ദൈവമാണ്. നിങ്ങളുടെ ദൈവം ഇബ്രാഹിമിന്റെയും സുബ്രഹ്മണ്യന്റെയും കാര്യം കേൾക്കാനല്ല ഞാൻ ഈ പറയുന്നത്. എനിക്ക് സുബ്രഹ്മണ്യത്തിന്റെ കാര്യം കേൾക്കണ്ട ചങ്ങാതി. അത് അണ്ണാച്ചികളുടെ അടുത്ത് പോയി പറ. ഞാൻ ചോദിച്ചത് നിങ്ങൾ സുന്നിയാണോ? ഞാൻ സുന്നി അല്ല. ഓക്കെ, നിങ്ങൾ മുജാഹിദാണോ? ഞാൻ മുജാഹിദും അല്ല. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി? ജമാഅത്ത് ഇസ്ലാമിയും അല്ല. നിങ്ങൾ ബൊഹറ ഗ്രൂപ്പിൽ പെട്ട? ഞാൻ ബൊഹറക്കാരനും അല്ല. ഓക്കെ, നിങ്ങൾ ഗൊറിയാനാണോ? ഞാൻ ഹൊറിയാനും അല്ല. അപ്പൊ നിങ്ങൾ ഗൊറിയാന്ന് പറഞ്ഞൊരു ഗ്രൂപ്പേ ഇല്ല ചങ്ങാതി. ഞാൻ ഇസ്ലാമിന്റെ മുസ്ലിമാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇതൊന്നും ഞാനല്ല. നിങ്ങൾ എന്തെല്ലാം ഞാനല്ല. നിങ്ങൾ സത്യം പറഞ്ഞ അല്ല, ഒരു മിനിറ്റ് സഹോദരന്മാരെ ഇടക്കേറല്ലേ. സ്വന്തം സമുദായത്തിന്റെ പേര് പറയാൻ പോലും നാണിക്കുന്ന മനുഷ്യർ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കി. എന്റെ ചങ്ങാതി ഒരു മിനിറ്റ്. ഇസ്മായിലൊക്കെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇസ്മായിൽ ബായ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
നിങ്ങളുടെ സ്വഭാവം വെച്ച് അങ്ങനല്ല വിളിക്കേണ്ടത്. നിങ്ങൾ മുഖം മൂടി ധരിച്ച ഒരു ജിഹാദി ഉള്ളിൽ നിന്ന് ചാടിയതാണ്. അതുകൊണ്ട് എന്നിട്ട് ഇസ്മായിൽ ഭായ് തന്നെ വിളിക്കുന്നത്. ഇസ്മായിൽ ഭായ്, ഇനി അനിൽക്കോടത്തോട്ടം പാസ്റ്റർ പറഞ്ഞത് ഞാൻ വെല്ലുവിളിക്കുകയാണ് തിരിച്ച്. ഓക്കെ, വെല്ലുവിളിച്ച് രാവും പകലും ഇരുന്ന് പ്രാഗി കൂടോത്രം ചെയ്തുകൊണ്ടിരുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. അനിൽ സാർ പറഞ്ഞതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. നിങ്ങളുടെ ദാവാക്കാര് കട പൂട്ടിയിട്ട് ഗൾഫിലും മലേഷ്യയിലും ഒളിവിലാണ്. അത് യാഥാർത്ഥ്യമാണ്. MM അക്ബർ ഒളിവിലാണ്, സക്കീർ നായക് ഒളിവിലാണ്, ഈ ഇമ്രാനും ആസുദ്ദീനും രണ്ട് കെട്ടി മാറിയിടുന്ന അവരും ഒളിവിലാണ്. എല്ലാ ടീമുകളുടെ അവരുടെ കച്ചവടം പൂട്ടിയിരിക്കുകയാണ്. മുഹമ്മദ് ഈസ ഒളിവിലാണ്, ഹാരിസ് മദനി ഒളിവിലാണ്. ഇസ്മായിൽ ഭായ്, ഇനി നിങ്ങളുടെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട കാദിയാനി ആണെന്ന് തോന്നുന്നു വെച്ചത്. കാദിയാനി ആണെങ്കിൽ നിങ്ങളുടെ ഒറ്റ നേതാക്കന്മാരിൽ എല്ലാം ഒളിവിലാണ്. ക്രൈസ്തവർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് ബൈബിളിനെ ആക്ഷേപിച്ച് യേശുവിനെ ആക്ഷേപിച്ച് നിങ്ങൾ പരിപാടികൾ നടത്തി ഇഷ്ടംപോലെ പണം സൗദിയിൽ നിന്നും ഒക്കെ ഇറക്കി. എല്ലാം കാറ്റിപ്പോയില്ലേ? ഇനിയിപ്പൊ ഇവിടെ വന്നിട്ട് ഇത് ഇസ്മായിലിന്റെയും ഇബ്രാഹിമിന്റെയും സുബ്രഹ്മണ്യത്തിന്റെയും ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ പറയുന്നു അല്ലാഹു ഏറിലാണ്, ഞങ്ങൾ പറയുന്നു മുഹമ്മദ് ഏറിലാണ്. അത് ആശയപരമായ നിലയിലാണ് പറയുന്നത്. ഇനി അത് ഇസ്മായിൽ പറഞ്ഞ നിന്റെ ദൈവത്തെ ഞാൻ കയറി കയറ്റും. ഗുരു, ഞാൻ നിന്നെ വെല്ലുവിളിക്കും. നിന്റെ ദൈവത്തെ ഞാൻ കയറി കയറ്റും. നിന്റെ എന്റെ ഒന്നും പറയല്ലേ. ഇസ്മായിലെ നിന്റെ ദൈവത്തെ അല്ലാഹു ഞാൻ കയറി മുഹമ്മദ് കയറ്റും. നീ വിചാരിച്ചിട്ട് നോക്കിക്കോ, നിന്റെ ദൈവത്തെ ഞാൻ അല്ല കയറ്റും. സംശയമൊന്നും വേണ്ട. നിന്റെ ദൈവത്തെ അതെന്തിനാ ഏറിക്കയറ്റുന്നറിയോ? ഇസ്മായിൽ ഭായ് അത് കേക്ക്. ഏറി ഞാൻ ഇസ്മായിലിന്റെ ശൂന്യാകഷ്ടം ഇടും. നിന്റെ ദൈവത്തെ ശൂന്യാകഷ്ടം ഇടും. ഗുരു ഒന്നും വേണ്ട, വർത്തനം പറയണ്ട. ഇസ്മായിലിന് മെന്റലി പ്രോബ്ലം ഉള്ള ആളാണോ? ഏറി ഇടയ്ക്ക് കയറില്ല. പ്ലീസ്. അദ്ദേഹത്തിന്റെ ജിഹാദി പുറത്ത് ഞാൻ ചാടി ജിഹാദി വിട്ടു. തന്നെയാണ് പറഞ്ഞല്ലോ. ഞാൻ ഞങ്ങളുടെ ദൈവം പോസിറ്റീവ്, ഏറി ഞാൻ കയറി ജിഹാദിയാണ്. എങ്ങനെയാണെന്നറിയോ? നിന്റെ ദൈവത്തെ ഞാൻ ശൂന്യാകഷ്ടം ഇടും. നീ നോക്കിക്കോ. ഇസ്മായിലെ കേക്ക്, നീ ഇസ്മായിലെ കേക്ക്. ഞാൻ കേൾക്കുമ്പോ നീ അള്ളാഹുവിനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ നിന്റെ അല്ലാഹുവിനെ അല്ല, മുഹമ്മദിനെ അല്ല, ഞങ്ങൾക്കെതിരെ വിമർശനം വന്നാൽ ഞങ്ങൾ മറുപടി തരും. നിനക്ക് ഞാനും പക്ഷെ തരും. കേക്ക്, മുഹമ്മദിന് ഉപ്പേനെ അള്ളാഹുവിനെ ഞങ്ങളുടെ പറ്റി ദൈവം പറഞ്ഞാൽ എന്റെ സഹോദരന്മാരെ ഇടയ്ക്ക് കയറരുത് ശൂന്യാകഷ്ടത്തിൽ ഞാൻ പ്ലീസ്. വിടും. ഇപ്പൊ അദ്ദേഹത്തിന് ജിഹാദി പുറത്ത് ഞാൻ ചാടി ഒരു ജിഹാദി സെക്കൻഡ് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കമന്റ് ഇട്ടുണ്ട് ഞാൻ ജിഹാദിയാണെന്ന്. അതേന്ന് താങ്കൾ ജിഹാദി ഞാൻ മനസ്സിലായി. ജിഹാദിയാണ്. മുഖംമൂടി ധരിച്ച് ജിഹാദി ഇതൊരു മനസ്സിലായി. മുഖംമൂടിയല്ല, ഞാൻ ജിഹാദിയാണ്. എന്റെ സഹോദരന്മാരെ അള്ളാഹു ഇടയ്ക്ക് കയറരുത്. ഏറുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ ജിഹാദ് ചെയ്യും. ഞാൻ നിന്റെ ദൈവത്തെ ഞാൻ ശൂന്യാകശം ഞാൻ വിടും. ഒരു സംശയം വേണ്ട. ആ എന്റെ ശൂന്യാകാശത്തിൽ ഉറച്ച വിടണം. എന്നിട്ട് നിലപാടാ. വേണം ശൂന്യാകാശത്തിൽ അനിൽ കറങ്ങുന്ന കൊടുത്തോട്ടം മുഹമ്മദിനെ വാക്ക് അല്ലാതെ എന്റെ ദൈവം പിൻവലിക്കില്ലെങ്കിലോ നരകത്തിൽ കൊണ്ടുപോകും. അനിൽ കൊടുത്തോട്ടം അല്ല, ഇസ്മായിലിന്റെ പേരിലുള്ള കേസൊക്കെ കഴിഞ്ഞോ? അല്ല, ഞാൻ ആ, ചോദിക്കുക. ഗുരുജി താഴേക്കിട്ടോ. താഴേക്ക് വിടില്ലേ? അല്ല, താഴേക്ക് ഒരു വിടില്ലേ? മിനിറ്റ്, ചോദ്യം ഒരു പറയാനുണ്ട്. സെക്കൻഡ്. ഒരു മിനിറ്റ് ജോൺ എനിക്ക് ബ്രദർ ചോദ്യം പറയാനുണ്ട്. ഒരു കാര്യം അതിൽ ഇതിലേ ഇസ്മായിലിനെ നമ്മളിനി എന്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഇസ്മായിൽ ആരാണെന്ന് ആദ്യം ഇസ്മായിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞു, ഞാനൊരു ജിഹാദിയാണെന്ന്. ഇത് ഒരു പല ചൂടുകളായിട്ടാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. IBTയുടെ ആദ്യത്തെ കുറച്ച് നാൾ മുമ്പത്തെ പരിപാടിയിൽ താൻ ഇസ്ലാമിന് പുറത്താണ് എന്നുള്ളത് ഇവിടെ തെളിഞ്ഞ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ മുർത്തതാണെന്ന് പറഞ്ഞു, കാഫിർ ആണെന്ന് പറഞ്ഞു. ഇസ്മായിൽ പുറത്താണെന്നുള്ളത് തെളിയിച്ചു. ഇസ്മായിൽ അതിനൊന്നും പ്രതികരിച്ചില്ല. അവസാനം ഇസ്മായിൽ പറഞ്ഞ് ഞാൻ തെളിവ് കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് ഇസ്മായിൽ ചാറ്റ് ബോക്സിൽ എന്താണ് പറഞ്ഞത്? ജിഹാദിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇസ്മായിലിന് ഇവിടെ വന്നത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇസ്മായിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കൗണ്ടർ ചെയ്തു. എല്ലാ കാര്യങ്ങൾക്കും കൗണ്ടർ ചെയ്തു. ഇസ്മായിലിന് ഒന്നും തിരിച്ചു പറയാനുണ്ടായില്ല. വെല്ലുവിളിക്കുക മാത്രമാണ് ഇസ്മായിൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഇസ്മായിൽ ജിഹാദിയാണെന്ന് താൻ ഇവിടെ ഏറ്റു പറഞ്ഞു. ഞാൻ ഇസ്മായിലിനോട് ചാറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്തു, ISISന്റെ ഭാഗമാണെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ സുന്നിയാണോ മുജാഹിദാണോ എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല. മനസ്സിലായോ? പെന്തോ എന്ന് വിളിച്ച് അദ്ദേഹം ആക്ഷേപിക്കുന്നു. താൻ സുന്നിയാണോ മുജാഹിദാണോ കൊങ്ങിണിയാണോ എന്ന് ഇവിടെ ചോദിച്ചു. അത് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കൊങ്ങിണി എന്ന വിഭാഗം അതിലുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ ചർച്ച നടത്തും? അപ്പൊ ആ ചർച്ച മുന്നോട്ട് പോകത്തില്ല. അപ്പൊ ഇസ്മായിലിനെ പോലെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ തേജ ബ്രദർ പറഞ്ഞു. ഇവനൊരു CBI കേസിൽ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അറിയാവോ? അറിയത്തില്ല. ഈ ഇസ്മായിൽ എന്ന് പറയുന്ന പുള്ളി ഒരു പോലീസുകാരനായിരുന്നു. ഇവൻ എക്സ് ആണ്. ഇവനെ ഒരു CBI കേസിൽ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് അവൻ തന്നെ റിവൈൽ ചെയ്യട്ടെ ഇവിടെ. അതാ നല്ലത്. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കും. അല്ല, നമ്മൾ അതിലേക്ക് പോകണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ആ അത്തരം അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട സഹോദരന്മാരെ. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനിത് എപ്പോഴും പറയുന്ന വരികയാണ്, നമ്മൾ സാധാരണ മുസ്ലിങ്ങളെ ഈ മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന മുസ്ലിങ്ങളെ രണ്ടായിട്ട് വേണം കാണാൻ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഈ ഇസ്മായിലിനെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു ചങ്ങാതിയാണ്. കാര്യം മിക്കവാറും നമ്മളെ ഗ്രൂപ്പുകളിൽ വരുമ്പോൾ ഒത്തിരി സമയം കൊടുത്തിട്ടുമുണ്ട്. കാര്യം എന്താണ്, വളരെ ലോല ഹൃദയത്തോടെ ഇങ്ങനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് ഇസ്മായിലിന്റെയും യാക്കൂബിന്റെയും സുബ്രഹ്മണ്യന്റെയും ദൈവമാണ് അല്ലാഹു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പഞ്ചാര അടിച്ചു വരുമ്പോ പുള്ളി വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ ഇവിടെ പറ്റിക്കും. നമ്മൾ അവസരങ്ങൾ കൊടുക്കുന്ന എന്താണ്, അങ്ങനെയെങ്കിലും സത്യം മനസ്സിലാക്കി മാനസാന്തരപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ പറയുന്നത്. രണ്ട് പെന്തകോസുകാർ നേരെ നിന്നപ്പോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര അസ്വസ്ഥരാകുന്നെങ്കിൽ നാലുപേർ എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് മാറി ഇന്നപ്പോ ഞാൻ അത് തുടക്കം മുതൽ ശ്രദ്ധിക്കുകയാണ്. ഈ ചങ്ങാതി കിടന്ന് ഇന്നലെ വരെ കണ്ട മുഖമല്ല ഇന്ന് കാണുന്ന പുള്ളിയുടെ. അപ്പൊ നമ്മൾ എന്താണ് ഇവരെ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ദാവാക്കാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ ഈ ചാറ്റ് ബോക്സിൽ തന്നെ എന്നെ കൊല്ലുമെന്ന് വരെ പറഞ്ഞ ടീം ഇതിന്റെ അകത്തില്ലേ? ഞാൻ താഴെ ഇരുന്ന് മെഴുകിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇവര് എന്നിട്ട് അവസാനം പറയുകയാണ് ഒരു മിത്രം എന്ന നിലയിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന്. ഞാനതാ പറഞ്ഞത്, യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് പറയുന്ന വചനം കിടക്കുമ്പോൾ എങ്ങനെ ഇവരെ വിശ്വസിക്കാൻ പറ്റും? നമ്മൾ സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഇതുപോലെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ക്ലബ് ഹൗസിൽ വരുന്ന ചങ്ങാതിമാര്, ഓക്കെ, ഈ പെന്തക്കോസ്റ്റുകാരുടെ വിഷയത്തിൽ എന്താ ഇത്രയൊക്കെ കലിപ്പ്? നിങ്ങൾക്ക് എന്താ പറയാനുള്ള? നേർക്ക് നേർ ആശയപരമായ ഒരു ചർച്ചയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു മുഹമ്മദ് ഏറിലാണെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അത് നിങ്ങൾ വരുത്തി വെച്ചതായ പ്രശ്നമാണ്. അക്ബർ മുതൽ മുഹമ്മദ് ഈസ വരെ തെക്കും വടക്കും നടന്ന് ബൈബിളിനെയും പൗലോസിനെയും യേശുവിനെ ആക്രമിച്ചപ്പോൾ ഞങ്ങളും തിരിച്ചു വന്ന് എന്ത് അതിന് മറുപടി കൊടുത്തന്നേ ഉള്ളൂ. അതിൽ ഇത്ര അസഹിഷ്ണുത ഉണ്ടാവുന്ന എന്താ കാര്യം? അനിൽ സാർ പറഞ്ഞു തന്നെ അത് IBTയുടെ സ്റ്റാൻഡാണ്. അല്ലാഹു മുഹമ്മദ് ഏറിലാണ്. ഇനി ഞങ്ങളുടെ ദൈവത്തെ ഏറിലാക്കാനാണെങ്കിൽ ആ ഏറിൽ പോയാലും അവിടെ കാണുന്ന മുഹമ്മദിനെ അല്ലാഹുവിനെ ന്യായം വിധിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഓൾറെഡി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് മുഹമ്മദിനെ അല്ലാഹുവിനെ ന്യായം വിധിക്കും. എല്ലാ മുഴങ്കാലും മടങ്ങുമെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാവരുടെയും മുഴങ്കാലും മടങ്ങി യേശു തന്നെ കർത്താവ് എന്ന് പറയുകയും ചെയ്യും. അതിൻ്റെ അകത്ത് ഏറിൽ പോകേണ്ടി വന്നാലും സ്പേസിൽ പോകേണ്ടി വന്നാലും അതിൻ്റെ അപ്പുറത്ത് വിടേണ്ടി വന്നാലും വിടും. പക്ഷെ വെറുതെ ആവശ്യമില്ലാതെ ക്രൈസ്തവരെ വെല്ലുവിളിച്ച് ഈ ഒരു അവസ്ഥയായി ഉള്ളവരെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യാണ്. വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ്? വിനോദ് പാസ്റ്റർ ഇവിടെ ഉണ്ടോ? വിനോദ് ബ്രദർ ഉണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ. ഇതിലിപ്പോ ഇഷ്മായേലിനെ പോലെ ഉള്ളവരെ ഇദ്ദേഹം പറയുന്ന എന്താന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഏറിൽ വിട്ടത് കൊണ്ട് നിങ്ങളുടെ ദൈവത്തെ ഞാൻ ഏറിൽ വിടും, ഞാൻ ശൂന്യാകാശത്തേക്ക് വിടും. എന്താണ് ഇദ്ദേഹം അതിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി? അങ്ങനെ തെളിയിക്ക് സുഹൃത്തെ. നിങ്ങളൊരു റൂമിട്, നിങ്ങൾ ഞങ്ങളുടെ IBTയിൽ വന്ന് സംസാരിച്ച് ഞാൻ ഏറിൽ വിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നിങ്ങളൊരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യ്, നിങ്ങൾ റൂം ക്രിയേറ്റ് ചെയ്യ്, റൂമിട്, എന്നിട്ട് സംസാരിക്ക്, എന്നിട്ട് ഞങ്ങൾ ബൈബിളിനെ വിമർശിക്ക്, യേശു ക്രിസ്തുവിനെ വിമർശിക്ക്. ഏറിൽ വിടാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഇഷ്മയേലെ. IBTയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ആരിസ് മദനിയും മുഹമ്മദ് ഈസയും വന്നിട്ട് കഴിഞ്ഞില്ല. പിന്നെയാണ് മുർത്തതായിട്ടുള്ള ഇസ്മായിൽ, കാഫിറായിട്ടുള്ള ഇസ്മായിലിന് എങ്ങനെ കഴിയും? സുന്നിയോ മുജാഹിദാണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി? സുന്നിയാണോ മുജാഹിദാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഹദീസിനെ അദ്ദേഹം തള്ളി. IBTയിൽ തന്നെ ഇരുന്നാണ് അദ്ദേഹം ഹദീസിനെ തള്ളിയത്. ഒരു സുന്നിക്ക് ഹദീസിനെ തള്ളാൻ പറ്റുമോ? മുജാഹിദുകാർക്ക് ഹദീസിനെ തള്ളാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം ഹദീസിനെ തള്ളി. അപ്പൊ ഇദ്ദേഹം ആരാണ്? കാഫിറാണ് അല്ലെങ്കിൽ മുർത്തതാണെന്നൊക്കെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ. എന്റെ പൊന്ന് സിജോ ഏത് ലോകത്തിലാണ്? സിജോ ഒരു 3-4-5 വർഷത്തെ കാര്യങ്ങളൊന്നും സിജോയ്ക്ക് അറിയത്തില്ലേ? എപ്പോഴൊക്കെ ഇവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവരെപ്പോഴെല്ലാവരും ഹദീസുകൾ നിഷേധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നടന്ന സംവാദത്തിന്റെ ചരിത്രം അറിയത്തില്ല. അബ്ബാസ് ബദർ ഇവിടെ ഉണ്ടല്ലോ, പോയോ? അവിടെ സംവാദം കഴിഞ്ഞതിന് ശേഷം പല ഹദീസുകൾ അവർ തള്ളി. ഇത് ഹൈദരാബാദിലെ സംവാദം കഴിയുമ്പോൾ അവിടുത്തെ പല ഹദീസുകൾ അവർ തള്ളി. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പോലും പല ഹദീസുകൾ തള്ളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 1-2 സംവാദങ്ങൾ കഴിയുമ്പോൾ തന്നെ ഹദീസുകൾ തള്ളാൻ തുടങ്ങി. ഇവരെല്ലാം മലക്കം പറയും സഹോദര. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കിയാണ്. മതത്തിനു വേണ്ടിയും ഭാര്യയുടെ മുമ്പിലും മതം മാറ്റാൻ വേണ്ടിയും ഒക്കെ എന്ത് ചെയ്യാം, കള്ളം പറയാം. പലതും ഇവർ തള്ളും. ഖുർആൻ വരെ തള്ളും നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി. അത് ഈ ഇസ്ലാമിലെ ദാവ ചരിത്രം അതാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. അല്ല, ഇത് മാത്രല്ല, ഈ സൃഷ്ടിച്ചത് പല ശക്തികളാണെന്ന് പറഞ്ഞു.
സൃഷ്ടിയൊക്കെ നടത്തിയത് പല ശക്തികളാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഒരുപാട് മനുഷ്യർ ആദമിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്, ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അള്ളാഹുവിനും മുഹമ്മദിനൊക്കെ അറിയാൻ പാടില്ലാത്ത പക്ഷെ കാര്യമല്ലേ? അങ്ങനല്ല. ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടതിൽ ഒരുപാട് ശക്തികളുണ്ടായിരുന്നു. ഖുറാൻ ഖുർആൻ അവതരിക്കപ്പെട്ടതിന് പിന്നിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ ഒരുപാട് ഒരുപാട് ശക്തികളുണ്ട്. ശക്തികൾ അല്ല